നമസ്കാരം. ഇന്ത്യൻ രാഷ്ട്രീയം എപ്പോഴും താരങ്ങളെ ഇരുകൈയും നീട്ടി സ്വീകരിച്ചിട്ടുണ്ട്. സിനിമാ ലോകത്തെ മിന്നും താരങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരികയും വലിയ വിജയങ്ങൾ നേടുകയും ചെയ്ത ഒട്ടേറെ ചരിത്രം നമുക്ക് മുന്നിലുണ്ട്. അടുത്തിടെ BJP-യിലേക്ക് ചില താരങ്ങൾ ചേർന്നതും പിന്നീട് അവർക്ക് ഉയർന്ന സ്ഥാനങ്ങൾ ലഭിച്ചതും നാം കണ്ടതാണ്. BJP-യുടെ ദേശീയ മുഖമായി മാറിയ ഹേമമാലിനി, സ്മൃതി ഇറാനിയൊക്കെ ഇതിന് ഉദാഹരണങ്ങളാണ്. ഇപ്പോഴിതാ ഇന്ത്യൻ സിനിമയിലെ ഒരു അതുല്യ കലാകാരിയും മലയാളികളുടെ എക്കാലത്തെയും പ്രിയങ്കരിയുമായ ഒരു നടി രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെക്കുകയാണോ എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലും രാഷ്ട്രീയ വൃത്തങ്ങളിലും ചൂടേറിയ ചർച്ചയാണിത്. അത് മറ്റാരുമല്ല, നടി ശോഭനയാണ്. ശോഭനയും രാഷ്ട്രീയത്തിൽ പ്രവേശിക്കാൻ ഒരുങ്ങുകയാണോ? ശോഭനയ്ക്ക് BJP-യിലേക്ക് ക്ഷണമുണ്ടോ? പ്രമുഖ താരമായ സുരേഷ് ഗോപിയുമായുള്ള സൗഹൃദം ഈ തീരുമാനത്തെ സ്വാധീനിക്കുമോ? ഈ ചോദ്യങ്ങളെല്ലാം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉയർന്നു കേൾക്കുന്നുണ്ട്. ദേശീയ പുരസ്കാര ജേതാവ് കൂടിയായ ശോഭന ഒരു കാലത്ത് മലയാള സിനിമാ ലോകത്ത് നിറഞ്ഞു നിന്ന അഭിനേത്രിയാണ്. വർഷങ്ങളായി നൃത്തത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് വിദേശത്തും ഇന്ത്യയിലുമായി നിരവധി വേദികളിൽ പരിപാടികൾ അവതരിപ്പിക്കുന്നുണ്ട്. രാഷ്ട്രീയത്തിലേക്കുള്ള ശോഭനയുടെ ഈ വരവ് BJP-ക്ക് വലിയ നേട്ടമാകുമെന്നാണ് പലരും വിലയിരുത്തുന്നത്. താരപരിവേഷമുള്ള ഒരാൾ വരുമ്പോൾ സ്വാഭാവികമായും പാർട്ടിയുടെ ജനപിന്തുണ വർദ്ധിക്കുമെന്നും യുവതലമുറയെ ആകർഷിക്കാൻ ഇത് സഹായിക്കുമെന്നും രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു. ശോഭനയെ പോലൊരു സെലിബ്രിറ്റിയെ സ്ഥാനാർത്ഥിയാക്കിയാൽ അത് തിരഞ്ഞെടുപ്പ് വിജയത്തിന് വലിയ തോതിൽ സഹായകമാകുമെന്നും പാർട്ടി പ്രവർത്തകർ കണക്കുകൂട്ടുന്നുണ്ട്. അടുത്തിടെ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ശോഭന തന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ വ്യക്തമാക്കിയത്. പലരും കരുതും പോലെ അഭിനയം പൂർണ്ണമായും ഉപേക്ഷിച്ച് നൃത്തത്തിൽ മാത്രമായി ഒതുങ്ങുകയല്ല താനെന്ന് ശോഭന പറഞ്ഞിരുന്നു. ശോഭനയുടെ ഈ അഭിമുഖത്തിലെ ചില വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത്. തനിക്ക് രാഷ്ട്രീയത്തിൽ താല്പര്യമുണ്ടെന്നും മറ്റുള്ളവർക്ക് വേണ്ടി സേവനം ചെയ്യാൻ താൻ തയ്യാറാണെന്നും ശോഭന വ്യക്തമാക്കിയിരുന്നു. ഈ വാക്കുകൾക്ക് വലിയ പ്രാധാന്യം നൽകിയാണ് പല മാധ്യമങ്ങളും വാർത്തകൾ നൽകിയത്. സുരേഷ് ഗോപി BJP-യിൽ ഉള്ളതുകൊണ്ട് ശോഭനയും അതേ പാത പിന്തുടരുമോ എന്ന് പലർക്കും സംശയമുണ്ടെന്നും ശോഭന സൂചിപ്പിച്ചിരുന്നു. ഇതോടെ സോഷ്യൽ മീഡിയയിലും രാഷ്ട്രീയ വൃത്തങ്ങളിലും ചർച്ചകൾ സജീവമായി. രാഷ്ട്രീയത്തിൽ താല്പര്യമുണ്ടെന്ന് പറഞ്ഞുവെങ്കിലും ശോഭന BJP-യിൽ ചേരുമോ ഇല്ലയോ എന്നൊന്നും പറഞ്ഞിരുന്നില്ല. അഭിനേതാക്കൾ രാഷ്ട്രീയത്തിൽ വരുന്നത് ഇതാദ്യത്തെ സംഭവമൊന്നുമല്ല. ഹിന്ദി, തമിഴ്, തെലുങ്ക് ചലച്ചിത്രങ്ങളിൽ നിന്ന് നിരവധി താരങ്ങൾ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ച് വിജയിച്ചിട്ടുണ്ട്. മലയാളത്തിൽ തന്നെ സുരേഷ് ഗോപി, ഗണേഷ് കുമാർ, മുകേഷ് തുടങ്ങി നിരവധി താരങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമാണ്. സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു പൗരൻ എന്ന നിലയിൽ ശോഭനയ്ക്കും രാഷ്ട്രീയത്തിൽ താല്പര്യമുണ്ടാകുന്നത് സ്വാഭാവികമാണ്. നമ്മുടെ രാഷ്ട്രീയത്തിൽ കലാകാരന്മാർക്ക് വലിയ സ്വാധീനമുണ്ട്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ സെലിബ്രിറ്റികളെ തങ്ങളുടെ തന്ത്രങ്ങളുടെ ഭാഗമാക്കാൻ സാധ്യതയുണ്ട്. പ്രതിച്ഛായയുടെ രാഷ്ട്രീയം എന്ന ഈ തന്ത്രത്തിലൂടെ വോട്ടർമാരെ ആകർഷിക്കാൻ എളുപ്പത്തിൽ സാധിക്കുമെന്ന് പാർട്ടികൾ വിശ്വസിക്കുന്നു. ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യതയുള്ള താരങ്ങളെ ഉപയോഗിച്ച് യുവജനങ്ങളെയും സ്ത്രീകളെയും സ്വാധീനിക്കാൻ ശ്രമങ്ങൾ നടക്കും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ വിവിധ പാർട്ടികൾക്ക് വേണ്ടി പ്രചരണത്തിനിറങ്ങിയ സിനിമാ താരങ്ങളെ നാം കണ്ടതാണ്. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.